കൂട്ടുജീവിതം നയിക്കുന്നിടത്ത് നല്ല റാഹത്തോടുകൂടെ ജീവിക്കണം. സന്തോഷമുള്ള അവസ്ഥകളാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒന്നുകൂടി ഞാൻ ഉമ്മമാരോട് സഹോദരിമാരോട് പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാലിഹാത്തുകളായ സഹോദരിമാർക്ക് പഠിപ്പിച്ച ലക്ഷണങ്ങളൊക്കെ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞല്ലോ. അതിനുശേഷം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കണ്ടില്ലേ? സഹോദരിമാര് മൊത്തത്തിൽ ഒരു 10 സ്വഭാവക്കാരാണ്. ആ 10 സ്വഭാവങ്ങളും 10 ജീവികളുടെ സ്വഭാവത്തോട് സാദൃശ്യപ്പെട്ടതാണ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിലേറ്റവും നല്ലത് മാത്രമാണ്. 10 നല്ലതാണോ? അല്ല. അതിൽ ഒന്ന് മാത്രമേ സഹോദരങ്ങളെ സുഖകരമായ സ്വഭാവമുള്ളൂ. ഒന്നാമതായി എണ്ണുന്ന സ്വഭാവം, ഒന്നാമത്തെ സഹോദരി ആദത്തുഹാ കആദത്തിൽ ഖിൻസീർ, പന്നിയുടെ പതിവ് പോലെയാണ് ജീവിതത്തിന്റെ പതിവ്. ഉമ്മമാരെ, നമ്മുടെ പതിവ് അങ്ങനെയാകരുത്. എന്താണ് പന്നിയുടെ പതിവ്? പന്നിയുടെ സ്വഭാവം എന്താണ്? ഭക്ഷണം കഴിക്കണം, വയറ് നിറക്കണം, അതുപോലെ തന്നെ അങ്ങനെ സുഖജീവിതം നയിക്കണം. അങ്ങനെ മാത്രം ചിന്തിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതുപോലെ തന്നെ മറ്റു സ്വന്തം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. ദീനുമായി ഒരു ബന്ധവുമില്ല. വലാ തഹ്തമ്മു ബിദ്ദീനി, ദീനിന് ഒരു വിലയില്ല. നിസ്കാരത്തിന് പരിഗണനയില്ല, നോമ്പ് പരിഗണനയില്ല. പിന്നെയോ അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ കോപവും ഒന്നും നോക്കാതെ അശ്രദ്ധാലുവായിട്ട് ആ പെണ്ണ് ജീവിക്കുന്നു. ആ പെണ്ണ് മക്കളെ സംരക്ഷിക്കുന്നുണ്ടോ? അതും ഇല്ല. അവരെ പരിപാലിക്കുന്നുണ്ടോ? അതും ഇല്ല. ഖുർആനും ഇൽമുമൊക്കെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? അതും ഇല്ല. പഴകിയ വസ്ത്രം ധരിച്ച് ദുർഗന്ധവാസന വെളിവാക്കി അങ്ങനെ ജീവിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നു, ചുത്തടക്കുന്നു, ദാഹം മാറ്റുന്നു, ഉറങ്ങുന്നു, അങ്ങനെ ജീവിക്കുന്നു. നിസ്കാരം എന്ന് പറഞ്ഞ പരിപാടി ദീനുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ആകെ ഒരു തിരിച്ചറിയ ഒരു അടയാളുണ്ട്, ഒരു മുസ്ലിമിന്റെ പേര് മാത്രം. അതിന്റെ സ്വഭാവം ആരെ സ്വഭാവം എന്നാ പറഞ്ഞത്? ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു, പന്നിയുടെ സ്വഭാവം. പന്നിക്ക് കാര്യമായിട്ടതല്ലേ, പന്നിന്റെ ദുർഗന്ധ വാസന. പന്നി ഇങ്ങനെ കുളിച്ച് ഫ്രഷായി നടക്കുന്ന ജീവിയൊന്നുമല്ല. ഒരു ഭാഗത്തൂടെ പോയാൽ തന്നെ അതിന്റെ വാസന അടങ്ങണമെങ്കിലും കുറച്ച് സമയം വേറെ എടുക്കും. പിന്നെയോ ദുർഗന്ധമുള്ളതാണ് ഭക്ഷിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതിന് ജീവിതത്തിൽ ഒരു ഭംഗിയില്ലല്ലോ. അതേ രൂപത്തിൽ അതപ്പതിക്കാൻ പാടില്ല. ദീനുമായിട്ട് നല്ല ബന്ധം വേണം. ഖുർആനും ഇൽമും വിദ്യാഭ്യാസവും മക്കളെ പഠിപ്പിക്കുന്നതിൽ നല്ല ശുഗലാകണം. നല്ല പരിചരണം കൊടുത്ത് അവളെ വളർത്തി സംരക്ഷിക്കണം. രണ്ടാമത്തെ സ്വഭാവം ആദത്തുഹാ കആദത്തിൽ ഖിറദതി, കൊരങ്ങന്മാരുടെ സ്വഭാവത്തിൽ പതിവായി ജീവിക്കുന്നവര്. എന്താ സഹോദരങ്ങളെ കൊരങ്ങന്റെ സ്വഭാവം? കൊരങ്ങന്റെ സ്വഭാവമുള്ള സ്വഭാവം എന്താണ്? ഒരുപാട് വസ്ത്രങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങും. വിലപിടിപ്പുള്ള ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ വാങ്ങും. ആ വസ്ത്രങ്ങളൊക്കെ വാരിക്കൂട്ടും. ആഭരണങ്ങളും രത്നങ്ങളും ഒരുപാട് അണിയും. സ്വന്തം സമകാലികരായ സഹോദരിമാരെക്കാളും നല്ല പവറിൽ ജീവിക്കും. ഏത് വീട്ടിലേക്ക് സൽക്കാരത്തിനും കല്യാണത്തിനും പോകുമ്പോ മുന്തിയ വസ്ത്രം, മുന്തിയ ആഭരണങ്ങൾ ധരിച്ചിട്ട് നോക്കും. തന്നെ പോലെ ആഭരണങ്ങൾ ഇത്രയും കട്ടിയും കനത്തിലുമുള്ള ആരെങ്കിലും ഉണ്ടോ? കൊരങ്ങൻ നോക്കുന്നത് തന്നെക്കാളും അപ്പുറത്തുള്ള ആളുകൾക്ക് നല്ല കൂടുണ്ടോ, വീടുണ്ടോ, അപ്പുറത്തുള്ള ആളുകൾക്ക് നല്ല ജീവിതമുണ്ടോ എന്നാണ് കൊരങ്ങന്റെ അന്വേഷണം. ഇതുപോലെ ഇഷ്ടം പോലെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് പാകത്തിന് ധരിക്കാൻ നല്ല ഭംഗിയുള്ള വസ്ത്രമുണ്ട്. പക്ഷേ ഒരു വസ്ത്രം കണ്ടപ്പോ എത്രയാണ് ഈ വസ്ത്രത്തിന്? ഇതിന് 50,000 എന്നാൽ 50,000 ഇപ്പൊ സ്വന്തം കയ്യിലില്ല. എവിടുന്നെങ്കിലും കുറച്ച് പണയത്തിനും പലിശക്കും കാശ് വാങ്ങിയിട്ട് അതുപോലെ അല്ലെങ്കിൽ അതിലും മികച്ചൊരു വസ്ത്രം എനിക്കും വാങ്ങണം, എനിക്ക് നല്ല വസ്ത്രം ഇട്ട് ജയിക്കണം, അടുത്ത കല്യാണത്തിലെത്തുമ്പോ അതിനേക്കാളും മുന്തിയതായി കാണിക്കണം. അങ്ങനെയുള്ള പെരുമാറ്റം, സ്വഭാവം ദൂഷ്യമായ സ്വഭാവമാണ്. മൂന്നാമത്തെ പതിവ് ആദത്തുഹാ കൽകൽബി, പതിവ് നായയെ പോലെയാണ്.
എന്താണ് നായന്റെ സ്വഭാവം? സഹോദരങ്ങളെ, കുരച്ചു ചാടുന്ന സ്വഭാവമാണ് നായക്കുള്ളത്. ഭർത്താവ് സംസാരിച്ചാൽ ചാടി വീഴും. ചാടി വീണിട്ട് ഒറ്റ കൊര കൊരക്കും. നായ കൊരക്കും പോലൊരു കൊരയാണ്, ഒരെടുത്തുചാട്ടമാണ്, സംസാരമാണ്. പിന്നെയോ എപ്പോഴെങ്കിലും ഭർത്താവിന്റെ പണത്തിന്റെ പാക്കറ്റ്, പണസഞ്ചി നിറഞ്ഞു കണ്ടാൽ നല്ല ബഹുമാനമാണ് ഭർത്താവിനോട്, നല്ല ആദരവാണ്, നല്ല സന്തോഷമാണ്. കീശ കാലിയായിട്ട് കണ്ടാലോ നിങ്ങളെ ഒന്നിനും പറ്റാത്ത ആളാണ്. അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ കണ്ടില്ലേ, എന്ത് ഹൈ പവർ ജീവിതമാണ്, എന്ത് സന്തോഷമുള്ള ജീവിതമാണ്. നിങ്ങൾക്ക് അധ്വാനിക്കാനും കഴിയൂല, നല്ല രൂപത്തിൽ ജീവിക്കാനും കഴിയൂല. എപ്പോഴും അതിന്റെ കുറവ് ഇങ്ങനെ പറയും. അപ്പൊ ഈ ഭർത്താവ് പറയും, നമ്മളിപ്പോ അങ്ങനെ ഒരു കടവും ഇടങ്ങേറും ആയിട്ട് ഇങ്ങനെ ജീവിക്കണ്ടല്ലോ, പാകത്തിന് അധ്വാനിച്ച് നല്ല റാഹത്തോടുകൂടെ അങ്ങനൊക്കെ ആയിട്ട് എന്നൊക്കാനാ. നിങ്ങൾ കണ്ടില്ലേ അവര് നടക്കുന്നതും അവര് ജീവിക്കുന്നതും. അവര് മറ്റുള്ള ജീവിതം മാത്രം നോക്കിയിട്ട് നമ്മുടെ ജീവിതം തൊല്ലം ചെയ്ത സഹോദരങ്ങൾ എല്ലാവരും ഒരുപോലെ ആകൂല. അപ്പൊ പിന്നെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പിന്നെ ചെന്ന് വീഴുന്നത് എവിടെയാണെന്നറിയോ നിങ്ങൾ? എല്ലാ സംഗതികൾക്കും പലിശ ലോൺ എടുക്കുന്നതിൽ ചെന്ന് വീഴും. പിന്നെ അതിന്റെ കടലാസും അതിന്റെ ജപ്തിന്റെ ജപ്തിയും ഒക്കെ വന്നിട്ട് പിന്നെ അതിൽ കുടുങ്ങിയിട്ട് പിന്നെ വേറെ ഒരു രക്ഷയുണ്ടാവും. എന്തിനാ സ്വഭാവങ്ങളൊക്കെ വന്നത്? അങ്ങനെ വേണം എന്ന് നിർബന്ധം പോലെ പറഞ്ഞ് കോരച്ച് ചാടാൻ പാടില്ല. സഹോദരിമാരെ, അങ്ങനെ ഈ നായനെ പോലെ എപ്പോഴും കുരക്കുന്ന ഒരാളായി മാറരുത്. പാകത്തിന് സംസാരിക്കണം, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം, സ്നേഹപൂർവ്വം സംസാരിക്കണം. ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് കുരച്ചു ചാടുന്ന സ്വഭാവം നല്ല സ്വഭാവമല്ല, നല്ല പ്രകൃതവുമല്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് നായന്റെ സ്വഭാവമാണ്. നായക്കാണല്ലോ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് ഒറ്റ കടി കടിച്ചിട്ട് വരാൻ തോന്നും. ചിലപ്പോ ദൂരത്ത് നോക്കി കാണുമ്പോ അതെന്തോ എനിക്കുള്ള ഇരയാണെന്ന് തോന്നിട്ടായിരിക്കും നായ ചാടുന്നത്. ചെന്ന് നോക്കുമ്പോ ഒരു പ്ലാസ്റ്റിക് ആയിരിക്കും, തിന്നാനും കൂടി പറ്റൂല. അങ്ങനെയുള്ള ആ ചാട്ടവും ആ കുറയും അത് നമുക്ക് വേണ്ട. നാലാമത്തെ സ്വഭാവം പഠിപ്പിക്കുന്നു, ആദത്തുഹാ കൽ ഹയ്യത്തി, പാമ്പിനെ പോലെയുള്ള സ്വഭാവം അതും വേണ്ട. വഹിയല്ലത്തി തുലയ്യിനു കലാമഹാ ലി സൗജിഹാ, നല്ല മയത്തോടെ സംസാരിക്കും. പാമ്പ് അങ്ങനല്ല, പാമ്പ് നല്ല പതുക്കെ, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയിലാണ് അതിന്റെ വരവൊക്കെ. പക്ഷെ അടുത്തെത്തിയിട്ട് നല്ലൊരു കൊത്തും. ആ കൊത്തിയിട്ട് അല്ലെങ്കിൽ ആ വിഷം ഇങ്ങനെ തെറിപ്പിച്ചിട്ട് പിന്നെ ഈ വിഷം കാലിലെത്തിയാല് അല്ലെങ്കിൽ ആ കടിയേറ്റാല് അസഹനീയമായ അവസ്ഥ എത്ര തരണം ചെയ്യണം. ഉള്ളിൽ നല്ലൊരു ഇടങ്ങേർ ഒളിപ്പിച്ചു വെച്ച് പുറത്ത് നല്ല മയപ്പെട്ട സംസാരം. അല്ല, എന്താ സംസാരം, വടിവത്ത സംസാരം കേട്ട സോപ്പിങ് എന്ന് അതിന് പറയാം. അതാണ് പാമ്പിന്റെ വരവ്. നല്ല കാണാൻ നല്ല ചന്തമുള്ള വരവാണ്. ആർക്കും ശല്യം ഉണ്ടാകൂല, ഇടങ്ങേറുണ്ടാകൂല, ഒച്ചപ്പാടുണ്ടാക്കി വരൂലല്ലോ പാമ്പ് വരുമ്പോ. പാമ്പ് വരുന്നത് ഏതെങ്കിലും ഭൂമി തന്നെ അല്പം അറിയുന്നുണ്ടാവൂല. ആ രൂപത്തിലാ പാമ്പിന്റെ വരവ്. പക്ഷേ ആ വരവിന്റെ ഉള്ളിൽ ഒരു ഇടങ്ങേറ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പതുക്കെ വന്നിട്ടൊരു കുത്ത, അല്ലെങ്കിൽ വിഷം ഇങ്ങനെ തെറിപ്പിക്കലാണ്. ഒന്ന് തെറിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കുത്തി പരിക്കേൽപ്പിച്ചാൽ മതി. നല്ല സംസാരങ്ങൾ. ഈ സംസാരത്തിന്റെ ഉള്ളിൽ ഒരു ഇടങ്ങേറ് മറച്ചു വെച്ചിട്ടുണ്ട്. ആ ഇടങ്ങേറ് പെട്ടെന്ന് നോക്കിയാൽ കാണൂല. എന്താണ് ഇടങ്ങേറ് എന്നറിയോ? ചതിയാണ്. സംസാരിച്ച് വശീകരിച്ച് എല്ലാ നല്ല സ്വഭാവങ്ങളൊക്കെ സ്വീകരിച്ച് കിട്ടേണ്ടതൊക്കെ ഏകദേശമൊക്കെ കിട്ടിയെന്ന് കണ്ടാല് പിന്നെ ആളെ കാണാനില്ല. പിന്നെ ജീവിതം മാറിപ്പോയി, പിന്നെ രൂപഭാവങ്ങൾ മാറിപ്പോയി. പിന്നെ തെരഞ്ഞു നോക്കുമ്പോ ആള് വേറെ എവിടെയോ എത്തിപ്പോയി. ചതിയിൽ അകപ്പെടുത്തി. പാമ്പ് അതിന്റെ ശത്രുത ഒളിച്ചു വെക്കും പോലെ, മറച്ചു വെക്കും പോലെ ചതിയും ഷർറും ഒളിപ്പിച്ച് മറപ്പിച്ച് കൊണ്ട് നടക്കുന്ന സഹോദരിയെ പറ്റിയാണ് പാമ്പിന്റെ സ്വഭാവം ഉള്ളത് എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വർണ്ണിച്ചത്. അഞ്ചാമത്തെ സ്വഭാവം ആദത്തുഹാ കൽ ബഗ്ലത്തി, കോവർ കൈതയുടെ സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, കോവർ കൈതയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. ഒറ്റ
ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ ഒച്ചപ്പാടാണ്, ഒരൊറ്റ ശബ്ദം. ആ ശബ്ദം ഇടുമ്പോ ആ കോവർ കൈതക്ക് തോന്നുന്നത് തന്നെക്കാളും മികവുള്ള ആരും ഇല്ല. ഇതുപോലെ പ്രവർത്തിക്കുന്ന സ്വഭാവം ഒറ്റക്ക് ജീവിക്കുമ്പോ അല്ലെങ്കിൽ ഒറ്റക്ക് ഏതെങ്കിലും രൂപഭാവങ്ങൾ പ്രവർത്തിക്കുമ്പോ തന്റെ പ്രവർത്തനമാണ് നല്ലത് എന്ന് തോന്നിയിട്ട് അത് നാലാളുകളെ മുന്നിൽ പറയുകയും കാണാൻ പറ്റുന്ന സ്വഭാവത്തിൽ അത് വെളിവാക്കുകയും ചെയ്യുന്നു. ദുഷിച്ച സ്വഭാവം തന്നെയാണ്. ആറാമത്തെ സ്വഭാവം ആദതുഹാ കൽ അഖ്റബി, തേളിനെ പോലെയുള്ള സ്വഭാവമാണ്. തേളിന്റെ സ്വഭാവം എന്താണ്? അതിങ്ങനെ കറങ്ങി നടക്കും കുറെ സ്ഥലത്തുകൂടെ. എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും ആൾക്കാരെ കിട്ടണതിന്, ഒന്നുകിൽ ഏതെങ്കിലും ജീവികളെ കിട്ടണം, എന്നിട്ട് വേണം ഒന്ന് കൊത്തിയിട്ട് കുറച്ചെങ്കിലും കൊണ്ടുപോയി. അതേപോലെ ഇങ്ങനെ കറങ്ങി നടക്കും അയൽ വീട്ടിലും മറ്റേ വീട്ടിലൊക്കെ. അവിടുന്ന് കുറച്ച് കിട്ടിയാൽ അത് ഇവിടെ കൊടുക്കും, ഇവിടുന്ന് കുറച്ച് കിട്ടിയാൽ അത് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അപ്പുറത്ത് കൊടുക്കും, അവിടുന്ന് കുറച്ചുകൂടി കിട്ടിയാൽ ഇപ്പുറത്ത് കൊടുക്കും. അങ്ങനെ 4-5 വീട്ടിൽ ഏകദേശം ഒരു മാസം കൊണ്ട് ഓഫിലായി. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് കത്തിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഉണ്ടോ? അപ്പൊ അവരിങ്ങനെയാണല്ലോ പറഞ്ഞ്, അവര് എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു, ആ നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞു, നിങ്ങളോട് ഭയങ്കര ബന്ധമല്ല, എന്നിട്ട് അവരങ്ങനെ പറഞ്ഞു. അതാ 2 കുടുംബം തെറ്റി. അപ്പുറത്ത് വേറെ കുടുംബം അതും തെറ്റി, ഇപ്പുറത്ത് വേറെ കുടുംബം അതും തെറ്റി. ഏത് വീട്ടിൽ പോയാലും തെറ്റുന്നൊരു വർത്തമാനം, തെറ്റിക്കുന്നൊരു വർത്താനം പറയാൻ പാടില്ല. ആ വർത്തമാനം പറഞ്ഞാ മനസ്സിലാക്കാ സ്വഭാവം തേളിന്റെ സ്വഭാവമാണ്. നമീമത്താണ് തേളിന്റെ സ്വഭാവം. തേളിങ്ങനെ അന്വേഷിച്ച് നടക്കുക ചെയ്യും. ഒരു ഇരയെ കിട്ടണം, എന്നിട്ടൊന്ന് കുത്തി പരിക്കേൽപ്പിച്ചിട്ട് തനിക്ക് കിട്ടാനുള്ളത് പതുക്കെ അങ്ങോട്ട് വലിച്ചു ഊരിയെടുക്കണം. അതിനങ്ങനെ നടക്കും. അങ്ങനെയുള്ള സ്വഭാവങ്ങൾ സ്വീകരിക്കരുത്, അത് മോശമാണ്. സുബ്ഹാനല്ലാഹ്, എവിടെ ചെന്നാലും തേളതിനെ കുത്തി പരിക്കേൽപ്പിക്കാനുള്ളതല്ലേ തേള് നോക്കുന്നത്. ഇതുപോലെ മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കുന്ന സ്വഭാവങ്ങൾ, സംസാരങ്ങള് അത് നാടുനീളെ അയൽക്കാരിലൂടെയും കുടുംബക്കാരിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ചാല് കുടുംബം തെറ്റിപ്പോകും, അയൽവാസികൾ തെറ്റിപ്പോകും. തേളിന്റെ സ്വഭാവമാണ്. പിന്നൊരു സ്വഭാവം എലിയുടെ സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് എലിയുടെ സ്വഭാവം? ഏതെങ്കിലും ഒരു സംഗതി കാണാത്ത രൂപത്തിൽ പതുക്കെ അങ്ങോട്ട് വലിച്ചൂരിയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. അല്ലേ? പൊരയിലൊക്കെ ചിലപ്പോ നമ്മൾ സൂക്ഷിച്ചു വെച്ചൊരു സാധനം തെരഞ്ഞ് തന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ പിന്നെ എവിടെ ഉണ്ടാകും? വേസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഏതെങ്കിലും ഹോളുകളോ മറ്റോ ഉണ്ടാകും വീടിന്റെ ഏതെങ്കിലും ചെരുവിൽ, അതിന്റെ മൂലയിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടാകും. കുട്ടികൾ കൊണ്ടുപോയിട്ടല്ലതാ, എലിക്ക് വലിക്കാൻ പറ്റുകയെന്ന് തോന്നിയിട്ടാണ് കൊണ്ടുപോയിട്ടതാണ് എന്ന് പറഞ്ഞാൽ മോഷണ സ്വഭാവം. പതുക്കെ ഭർത്താവിന്റെ ഒരു 50-100 ഇങ്ങനെ കുറെ എടുത്ത കണക്കറിയല്ലോ. ഒരു 50 ഒരു 100 ഇങ്ങനെ ആഴ്ചയിൽ ഒരു 50 ഇങ്ങനെ എടുത്താൽ ഒരു 4 ആഴ്ച ആകുമ്പോ 200 ആവുമല്ലോ. ഒരു 8 ആഴ്ച ആകുമ്പോ ഒരു 400 ആവുമല്ലോ. ഇങ്ങനെ പതുക്കെ ഒരു 50-100 ഇങ്ങനെ വലിക്കുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് വലിച്ചിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയിട. അത് എലിന്റെ സ്വഭാവമാണ്. അതേ ഒരു സ്വഭാവം അൽ മർഅതു സറാഖ, മോഷണം നടത്തുന്ന സഹോദരി പതുക്കെ ഇങ്ങനെ മോഷണം നടത്തും. കുറച്ചിങ്ങനെ ആ വീട്ടിൽ ഇങ്ങനെ പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു നല്ല മിനുങ്ങുന്ന നല്ല രൂപത്തിലുള്ളത് വരെ എവിടെയും കാണാത്ത ഒരു വളയും അല്ലെങ്കിൽ ഒരു നല്ല കളിസാധനമൊക്കെ കണ്ടപ്പോ ഇങ്ങനെ തിരക്കടില്ലത്. അതിങ്ങനെ നോക്കി റെഡിയാക്കി. ആരെങ്കിലും നോക്കണ്ട, ആരും നോക്കണില്ല. എന്നാ പതുക്കെ എലിനെ പോലെ അതിങ്ങനെ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ ഒന്ന് മറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. പാടില്ല, മോശപ്പെട്ട സ്വഭാവമാണ്. ഒരാളുടേതും ഒരു ധാന്യം പോലും, ധാന്യത്തിന്റെ ഒരു വിത്ത് പോലും, ഒരു മണി പോലും എടുക്കാൻ പാടില്ല സഹോദരങ്ങളെ. നന്നായി സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട സ്വഭാവമാണ്. കണ്ണിൽ കൗതുകരമായി പലതും തോന്നും. ഭർത്താവിന്റെ കാശ് സ്വന്തം കാശാണെങ്കിലും റാഹത്തോടുകൂടെ ആവശ്യങ്ങൾക്ക് ചോദിച്ചെടുക്കണം. ചെലവിന് തീരെ തരാതെ, നിർബന്ധങ്ങൾ പോലും പരിഗണിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താവാണോ? ആവശ്യമുള്ളത് എടുത്തേക്കാൻ ഇസ്ലാം പെർമിഷൻ തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഹിന്ദ് റളിയല്ലാഹു അൻഹ വന്നിട്ട് പരാതിപ്പെട്ടില്ലേ, നബിയെ എന്റെ ഭർത്താവിനെ പറ്റി തങ്ങൾക്കറിയില്ലേ? റജുലുൻ ഷഹീ, ആരോഗ്യവാനാണ്, പക്ഷേ ലുബ്ദുള്ള ആളാണ്.
എനിക്കും എന്റെ മക്കൾക്കും ചെലവിന് മതിയാകുന്നത് തരുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുദ്ധിമുട്ടൊന്നുമില്ല, ഖുദീ മാ യക്ഫീകി വ വലദകി ബിൽ മഅറൂഫ്. നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും പാകത്തിനുള്ളത് മതിയായത് നല്ല രൂപത്തിൽ നിങ്ങൾ എടുത്തോളൂ, ചോദിച്ചോളണം എന്നില്ല. അത് ചെലവിന് കൊടുക്കാത്തതിനെ പറ്റിയാ പറഞ്ഞത്. ഇഷ്ടം പോലെ പാകത്തിനുള്ള ചെലവിനൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഈ മോഷണത്തിന്റെ ശ്രമം എന്താണെന്നറിയോ? ഇപ്പുറത്തൊരു സാമ്പത്തിക വർധനവുണ്ടാക്കലാണ്. എന്നാ സഹോദരങ്ങളെ, നിങ്ങൾ പറഞ്ഞാ മതി, സ്വന്തം ഇണയോട് സഹോദരിമാര് പറഞ്ഞാ മതി, എനിക്കും കുറച്ചൊക്കെ ഒരു കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങളൊരാഴ്ചയിൽ ഒരു 100 രൂപ ഇങ്ങനെ തന്നാൽ എന്റെ കയ്യിലേക്ക് അപ്പൊ സഹോദരിമാരെ, എന്റെ കയ്യിൽ കുറച്ച് കാശ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ എന്ന നിലക്ക് ഭർത്താവിൽ നിന്ന് കാശ് വാങ്ങി സ്വരൂപിക്കാം, സൂക്ഷിക്കാം. പിന്നൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ആവശ്യത്തിന് ഉപകാരപ്പെടും. അതിന് 100ഉം 200ഒക്കെ വാങ്ങിയിട്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ, നല്ലതാണ്. പിന്നൊരു സമയം വരുമ്പോ നിന്റെ കയ്യിൽ കാശുണ്ടോ? സൂക്ഷിച്ച കാശ് ഉണ്ട്, സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ ആവശ്യത്തിന് തികയുന്ന രൂപത്തിലുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അത് നല്ലതാണ്. അങ്ങനെ സൂക്ഷിക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും നല്ലതാണ്. സൂക്ഷിക്കാൻ ഭർത്താക്കന്മാര് കൊടുക്കുന്നതും നല്ലതാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. മോഷണത്തിന്റെ ശ്രമമാണ് ഇവിടെ പറഞ്ഞത്. 8ാമത്തെ സ്വഭാവം, ആദതുഹാ കത്വൈരി, പക്ഷിയെ പോലെയാണ് സ്വഭാവം, പതിവ്. എന്താണ് പക്ഷിയുടെ സ്വഭാവം? പകല് സമയം അങ്ങനെ കറങ്ങി നടക്കും, വിശ്രമിക്കൂല. രാത്രിയായാലോ, രാത്രി നല്ല വിശ്രമമാണ്. പക്ഷി കണ്ടില്ലേ നിങ്ങൾ പകലിങ്ങനെ കറങ്ങുന്നത്? രാത്രി എവിടെങ്കിലും പക്ഷികൾ കറങ്ങുന്നത് കാണുന്നുണ്ടോ? ഇല്ല. രാത്രി ഫുള്ള് വിശ്രമമാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് ക്ഷീണമാണ്, വിഷമമാണ്. പകല് സമയത്ത് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണം. എന്തിന്? ക്ഷീണം മാറ്റിയിട്ട് താല്പര്യപൂർവം നല്ല നിലക്ക് ഭർത്താവ് വരുമ്പോ ആ ഭർത്താവിന് സന്തോഷത്തോടെ റാഹത്തുള്ള അവസ്ഥയൊക്കെ ആക്കി കൊടുക്കാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് അള്ളാഹു അനുവദിച്ച ഹലാലായ സുഖങ്ങള്, അതിനുവേണ്ടി ശരീരം സ്വന്തം ഭർത്താവിനെ സമീപിക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ. ക്ഷീണമാണ് എന്ന് എന്നും പറഞ്ഞാൽ ഭർത്താവിന് ജീവിതം മടുത്തുപോകും, നമ്മളുമായുള്ള സമ്പർക്കം മടുത്തുപോകും. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഒരു റമളാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത റമളാൻ വരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ശഅബാനിലാണ് ഞാൻ ഖളാ വീട്ടാറുള്ളത്. ഇപ്പൊ ശഅബാനല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കഴിഞ്ഞ റമളാനിലുള്ള നോമ്പ് തൊട്ട് റമളാന്റെ മുമ്പുള്ള ശഅബാനിലാണ് ഞാൻ വീട്ടാറുള്ളത്. അപ്പൊ ചോദിച്ചു, എന്തേ അതുവരെ പിന്തിക്കുന്നത്? ഒന്നുമല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു പകലിൽ, ഏതെങ്കിലും ഒരു രാത്രിയിൽ എന്റെ ശരീരം തങ്ങൾക്ക് താല്പര്യപൂർവം ആവശ്യം വന്നാൽ തടസ്സമുണ്ടായിക്കൂടാ. അപ്പൊ പിന്നെ ശഅബാനിലോ? ശഅബാനിൽ തങ്ങൾ കൂടുതൽ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന കാലമാണ്. ആ ഒരു ചാൻസിൽ ഞാനും എനിക്ക് നോൽക്കാനുള്ള നോമ്പ് നോൽക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനുസരണം നോക്ക് സഹോദരങ്ങളെ, സ്നേഹം നോക്ക് ഉമ്മമാരെ. ഈ 9 മാസക്കാലം 10 മാസക്കാലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ നോമ്പിനെ, ഖളാ ഉള്ള നോമ്പിനെ പിന്തിക്കുന്നത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹപരമായ സമ്പർക്കത്തിന് തടസ്സമുണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ്. തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം സുന്നത്ത് നോമ്പ് നോൽക്കുന്ന മാസം ശഅബാനാണ്. അപ്പൊ തങ്ങൾക്ക് കുറെ ദിവസം നോമ്പുണ്ടാകും. ആ പകല് എനിക്ക് ഖളാ വീട്ടാനുള്ള 6 ദിവസത്തെ അല്ലെങ്കിൽ 7 ദിവസത്തെ നോമ്പ് എത്രയാണോ ഉള്ളത്, ഞാൻ ആ സമയത്ത് ഖളാ വീട്ടും. ഈ രൂപത്തിൽ ശരീരത്തെ സ്വന്തം ഇണക്ക് വേണ്ടി റാഹത്തോടെ ഒരുക്കി കൊടുക്കുന്ന ജീവിതമാണ്
വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതെത്ര സന്തോഷമുള്ള ജീവിതത്തിന്റെ അവസ്ഥയാണ്. അങ്ങനെയാണ് സ്നേഹത്തോടെ ജീവിക്കേണ്ടത്. 9ാമത്തെ സ്വഭാവം പറയുന്നു, ആദതുഹാ കസ്സഅലബി, അതേ കുറുക്കന്മാരുടെ സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങിയാൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് വിവിധ കാരണങ്ങൾ പറയും. വീട്ടിലെത്തിയാലോ ഒരു ഭാഗത്തുനിന്ന് തർക്കം തുടങ്ങും, വേറൊരു ഭാഗത്തുനിന്ന് ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ശ്രദ്ധ കൂടാൻ തുടങ്ങും. വയറ് നിറഞ്ഞാൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന ജീവിയാണ് ഈ കുറുക്കൻ എന്ന് പറയുന്ന ജീവി. ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തൊക്കെ ആയി ഭർത്താവ് വരുമ്പോ ഒച്ച വെച്ചുകൊണ്ട് കുറെ കാരണങ്ങൾ വിഷമങ്ങൾ പറഞ്ഞ് ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് വിഷമിപ്പിക്കുന്ന സ്വഭാവം 10ാമത്തെ സ്വഭാവമാണ് എന്റെ ഉമ്മമാര് സ്വീകരിക്കേണ്ടത്. അതാണ് അനുഗ്രഹീതമായ ജീവിയുടെ സ്വഭാവം. കൽഗനമതി, ആടിന്റെ സ്വഭാവമാണ്. അതാണ് ഉമ്മമാരെ ഉണ്ടാകേണ്ടത്. വഹിയൽ മുബാറകത്തു അർറഹിമ, ആ പെണ്ണാണ് ബറക്കത്തുള്ള പെണ്ണ്, കാരുണ്യമുള്ള പെണ്ണ്. ആടിനെ പോലെയാണ്. ആടിന്റെ ശരീരത്തിൽ നിന്ന് ഒന്നും ഉപേക്ഷിക്കാനില്ല, എല്ലാം ഉപകാരമുള്ളതാണ്. എന്തെങ്കിലും ഒഴിവാക്കാണ്ടോ? ഉണ്ടോ? ഒന്നും ഒഴിവാക്കാൻ. അപ്പൊ ചോദിക്കും, ആടിന്റെ കാഷ്ടം അത് വേറൊന്നിന് വള. ഒരു ചാക്കിന് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് വളമായിട്ട് കൊണ്ടുപോയിട്ടാണ് പലതും. എല്ലാം ഉപകാരമാണ്. അതിന്റെ രോമം ഉപകാരമാണ് പലതുണ്ടാക്കാൻ. അതിന്റെ തോല് ഉപകാരമാണ്. അതിന്റെ എല്ല്, എത്ര സൂപ്പ് വരുന്നത്. സൂപ്പ് കുടിച്ചിട്ടില്ലേ? എത്ര സൂപ്പാ. അതിന്റെ കാലിന്റെയും കൈയിന്റെയും ഒക്കെ എല്ല് കൊണ്ട് ഉപകാരമല്ലേ സഹോദരങ്ങളെ? അതേപോലെ എല്ലാ നിലക്കും ഉപകരിക്കുന്ന പെണ്ണ് അൽ മർഅത്തു സ്വാലിഹ. നല്ല പെണ്ണിന്റെ വാക്കും ഉപകാരമാണ്, പ്രവൃത്തിയും ഉപകാരമാണ്, സ്വഭാവവും ഉപകാരമാണ്, പെരുമാറ്റവും ഉപകാരമാണ്, സാന്നിധ്യവും അസാന്നിധ്യവും ഉപകാരമാണ്, ബന്ധുക്കൾക്ക് ഉപകാരമാണ്, കുടുംബക്കാർക്ക് ഉപകാരമാണ്, അയൽവാസികൾക്ക് ഉപകാരമാണ്. എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നല്ല സഹോദരിയാകണം, സ്നേഹത്തോടെ വർത്തിക്കുന്ന നല്ല പെണ്ണാകണം. ആ പെണ്ണിൽ അല്ലാഹു നൽകുന്ന ബറക്കത്ത് ചെറിയ ബറക്കത്തല്ല. നല്ല രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന സഹോദരിയാണോ? സുബ്ഹാനല്ലാഹ്. നല്ല രൂപത്തിൽ റാഹത്തില് ജീവിതം തന്നെ നല്ല സന്തോഷത്തോടെ കഴിയുന്നു. നല്ല റാഹത്തോടെ കഴിയുന്ന രീതിയിൽ ആ രൂപഭാവങ്ങൾ സ്വീകരിക്കുന്ന 10ാമത്തെ അനുഗ്രഹീതമായ സ്വഭാവം പറഞ്ഞില്ലേ ഉമ്മമാരെ, പെങ്ങന്മാരെ? ആ സ്വഭാവമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ വർത്തമാനവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ശൈലിയും നമ്മുടെ സമീപനവും എല്ലാവർക്കും ഉപകാരമാകണം. നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്ന സഹോദരി നമ്മെക്കൊണ്ട് നല്ല ഉപകാരമുള്ള സഹോദരിയാകണം. അതേ, നമ്മുടെ കുടുംബം നമ്മെക്കൊണ്ട് ഉപകരിക്കുന്ന കുടുംബമാകണം. നമ്മൾ ആ കുടുംബത്തിലേക്ക് ചെന്നാൽ കുടുംബക്കാർക്ക് നമ്മെ കൊണ്ട് സന്തോഷമാണ്. നമ്മൾ അവിടെ വരുന്നത് തന്നെ അവർക്ക് റാഹത്താണ്. അത് ഭർത്താവിന്റെ കുടുംബത്തിൽ നമ്മൾ ചെന്നാലും സന്തോഷമാണ്, നമ്മുടെ സ്വന്തക്കാരെ കുടുംബത്തിൽ പോയാലും സന്തോഷമാണ്. എന്തേ? നമ്മളെ സാന്നിധ്യവും നമ്മളെ സമീപനവും അവർക്ക് വല്ലാത്ത സന്തോഷമേകുന്നു. എവിടെ നമ്മൾ സമീപിച്ചാലും ആർക്കും നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. ഏത് ഭാഗത്തേക്ക് നമ്മൾ വന്നാലും അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി സ്വഹാബത്ത് പറഞ്ഞില്ലേ, ആയിഷ ബീവി നിങ്ങൾ വലിയ ബറക്കത്തുള്ള പെണ്ണാണ്. നിങ്ങളെ കൊണ്ട് ഉപകാരം കിട്ടിയത് നിങ്ങളെ കുടുംബത്തിന് മാത്രമല്ല, ഈ ഉമ്മത്തിന് തന്നെ വലിയ ഉപകാരം നിങ്ങളെ കൊണ്ട് അല്ലാഹു ചെയ്തു.